നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളി വാർത്ത ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രശസ്ത നടൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്ക് വൻകുടലിൽ ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അനവധി വ്യാജ വാർത്തകളും ഒപ്പം ഉണ്ടായിരുന്നു. ഇതിന് പ്രതികരണവുമായി താരകുടുംബം എത്തിയില്ല എങ്കിൽ പോലും താരകുടുംബത്തിന്റെ പേരിലുള്ള PR ടീം എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നമ്മൾ ഇന്ന് മലയാളി വാർത്ത ടോക്ക് മുന്നോട്ട് വെക്കുന്നത്. അല്ലെ, നമ്മുടെ മമ്മൂക്ക, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട മമ്മൂക്കയെ കുറിച്ചൊരു വാർത്ത വരുന്നു. പ്രധാനമായും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണല്ലേ. 74 വയസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആ 74 വയസ്സിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ ആരോഗ്യവും ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ടേക്ക് കെയർ ചെയ്തുകൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോഴിതാ ഇത്തരമൊരു ക്യാൻസർ, അതായത് വൻകുടലിൽ ക്യാൻസർ ബാധ ഉണ്ടാകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഓരോ മലയാളികളും ഞെട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഇതായതുകൊണ്ടാണ്. കാരണം നമുക്ക് അറിയാം, മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണുകളിൽ പോയാലും അഭിമാനിക്കാവുന്ന രണ്ടുപേരാണ് മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയും. അപ്പോൾ പലതരത്തിലുള്ള ഇത്തരത്തിൽ നടന്മാരെ സംബന്ധിച്ചിട്ടുള്ള പല വ്യാജ വാർത്തകളും പലപ്പോഴും വന്നിട്ടുണ്ട്. അവർ മരിച്ചുപോയി, പ്രായമായിട്ടുള്ള പലരും നമ്മുടെ അതിപ്പോൾ ഏത് മേഖലയിൽ നടനാവണമെന്നില്ല, ഇപ്പോൾ സംഗീത മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശസ്തി ആർജിച്ച മേഖലയിൽ നിൽക്കുന്ന ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല വാർത്തകൾ വരാറുണ്ട്. നമ്മളൊക്കെ ഒരു നിമിഷത്തേക്ക് ഉണ്ടായോ അങ്ങനെ മരിച്ചുപോയോ എന്ന് നമ്മളും അത് വേഗം തിരയും. പക്ഷെ ആ സമയത്ത് അവരുടെ കുടുംബം തന്നെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മമ്മൂട്ടിക്ക് ഇങ്ങനെ ക്യാൻസർ, കുടൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അതൊരു വരുൺ എന്ന് പറയുന്ന ഒരു ട്വീറ്റിൽ കുറിച്ചതാണ് ഇത്തരത്തിൽ മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഒരു പുതിയ പടത്തിലാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കുറച്ചൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊതുവേദികളിലൊന്നും അധികം അദ്ദേഹം എവിടെയും വരുന്നില്ല, കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകരും ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അവരും അങ്ങ് വിചാരിച്ചു എന്തായാലും നിമിഷ നേരം കൊണ്ടാണ് ആ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് അപ്പൊ അതിന് താഴെ നിരവധി ആളുകൾ ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, അപ്പോൾ അദ്ദേഹം എവിടെ എങ്ങനെ ചോദിക്കുമ്പോഴും ചില കമന്റുകൾക്ക് അയാൾ മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടുകളാണ്. കാരണം അദ്ദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ്. ഈ അപ്പോളോ ആശുപത്രി നമുക്കറിയാം, ചെന്നൈയിലെ പല പ്രമുഖരും പ്രശസ്തരൊക്കെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അദ്ദേഹത്തിന്റെ ചികിത്സ തുടർന്നു കൊണ്ടുപോയതും അപ്പോളോ ആശുപത്രിയാണ്. മാത്രമല്ല ഈ അപ്പോളോയിലാണ് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്നതും. അദ്ദേഹവും അവിടെ ഡോക്ടറായി ജോലി ചെയ്യുന്നതും ഈ അപ്പോളോ ആശുപത്രിയിലാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിന് ചികിത്സ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനായിട്ട്, അദ്ദേഹത്തിന്റെ മകൻ നടനായിട്ടുള്ള ദുൽഖർ സൽമാന്റെ കുടുംബം അടക്കം ഇപ്പോൾ അവിടെ ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് അവർ കേരളത്തിൽ നിന്ന് അവരിവിടുന്ന് മാറി താമസിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ള ആണ്, അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ അടക്കം നൽകുന്ന സൂചനകൾ എന്ന് പറയുന്നത്. ഈ റേഡിയേഷനും അതുപോലെ തന്നെ ചെറിയ ചികിത്സാ രീതികളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും അദ്ദേഹം ഭേദമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെന്നൈ അപ്പോളോയിൽ ഇന്ന് ചികിത്സ നടക്കുമെന്നൊക്കെയാണ്. റേഡിയേഷൻ തുടങ്ങിയുള്ള ചികിത്സാ രീതികൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്നുള്ള വാർത്തകൾ. നമ്മൾ ആദ്യം ഇത് വാർത്ത വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ റമദാൻ മാസമാണ് അല്ലെ, അപ്പോ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരു ബ്രേക്ക് എടുത്തതായിരിക്കാം എന്നൊക്കെയായിരുന്നു ചിലര് പറയുന്നുണ്ടായിരുന്നത് ഈ സിനിമയിൽ ഷൂട്ടിങ്ങിൽ നിന്നൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ, പക്ഷെ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത ശേഷം അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരള കൗമുദി അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ അടക്കം പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉടനെ തന്നെയാണ് PR ടീം ഇതിനൊരു ഉത്തരമായി വന്നത്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഈ റംസാൻ മാസവുമായി ബന്ധപ്പെട്ട് അവധിയിലാണ്, ചെന്നൈയിലാണ്. മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ മകനും ചെന്നൈയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു PR ടീമിന്റെ വിശദീകരണവും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത
വരുമ്പോൾ ഉടനെ തന്നെ ദുൽഖർ സൽമാനോ ആരെങ്കിലും പ്രതികരിക്കേണ്ടതാണ്. കാരണം ഇതിനു മുൻപും അങ്ങനെ പ്രതികരിച്ചിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദുൽഖർ സൽമാന്റെ ഭാഗത്ത് നിന്ന് മാത്രം ഒരു പ്രതികരണം വന്നിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അതൊരു വ്യാജ വാർത്തയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ. ഇനി അദ്ദേഹത്തിന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗമോ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പുറത്ത് പറയണമെന്ന് യാതൊരുവിധ ആവശ്യവുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. കാരണം ഈ മലയാളികളുടെ ഒന്നടങ്കമുള്ളവരുടെ പ്രാർത്ഥന അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടല്ലോ എന്നുള്ളതാണ്. മാത്രമല്ല മികച്ച ചികിത്സയും അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായി തന്നെ മാറി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഈ മാസം അവസാനം മുതൽ തന്നെ ഈ നിർത്തിവെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ തന്നെ വീണ്ടും പുനരാരംഭിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സിനിമാ മേഖല നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമുക്ക് സ്ഥിരീകരിക്കാൻ നമുക്ക് അത്രയ്ക്ക് വ്യക്തത വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് പേർക്കാണല്ലേ നടന്മാർക്കും അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലുള്ള അനവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ ക്യാൻസർ ബാധ ഏറ്റ വിവരവും ക്യാൻസർ ചികിത്സയിൽ അവരുള്ള കാര്യവും നമ്മൾ അറിയുന്നത്. നമ്മുടെ ഇന്നസെന്റ് അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള അനവധി ആളുകൾക്ക് ക്യാൻസർ ബാധ ഉണ്ടെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിലായി കുഴിമന്തി കഴിച്ചിട്ടാണ് ക്യാൻസർ അൽഫാം കഴിച്ചിട്ടാണ് ക്യാൻസർ വന്നതെന്ന് പറയും. പക്ഷെ അതായത് പലതരത്തിലുള്ള സ്റ്റഡീസും പറയുന്നത് ഈ ക്യാൻസർ ബാധ കിട്ടാൻ കാരണം അല്ലെങ്കിൽ ഉണ്ടാവാൻ കാരണം ഈ വർഷങ്ങളായി ഇത്തരം ലൈറ്റിങ്ങിലും അതായത് ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ലൈറ്റിങ്ങിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇനിയിപ്പോൾ മേക്കപ്പ് പ്രൊഡക്ട്സിലാണോ എന്നറിയില്ല ഈ ക്യാൻസർ വരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ സിനിമാ ഫീൽഡിൽ നിന്നും ഒക്കെ തന്നെ അനവധി ആളുകളാണ് ഇത്തരത്തിൽ രോഗബാധിതരായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമുക്കറിയാം. കോവിഡ് വന്നതിന് ശേഷം എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 74 വയസ്സായ മമ്മൂട്ടി അദ്ദേഹം അങ്ങനെ ഇത്രയും ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹാര രീതി, ജീവിതക്രമം, ഈ വ്യായാമം ചെയ്യുന്ന രീതി ഇതൊക്കെ കൊണ്ട് കൂടി തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും നാളും അദ്ദേഹം ശക്തമായി തന്നെ പിടിച്ചു നിന്നത്. ഇപ്പോൾ 74 വയസ്സ് അദ്ദേഹത്തിന് പിന്നിട്ടിരിക്കുകയാണ്. ബോഡി വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയം, വീക്കാണെന്നല്ല പറയുന്നത്, വീക്കായി വരുന്ന സമയമാണുള്ളത്. അദ്ദേഹം മരുന്നും അതുപോലെ തന്നെ മികച്ച ഡോക്ടറും ഒക്കെ തന്നെ കൂടെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നത് എന്നത് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് വേറെ രാജ്യത്തുള്ള ആളുകളോട് നമ്മുടെ ഇന്ത്യയിലുള്ള പല നടന്മാരുടെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇവരുടെ ഏജ് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പൊ നമ്മുടെ മമ്മൂട്ടിയുടെ ചിത്രമൊക്കെ കാണിക്കുമ്പോൾ ഒരാൾ പോലും 50-ന് മുകളിൽ ഏജ് പറയാനായിട്ട് ആരും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫിസിക്കും അതുപോലെ തന്നെ അദ്ദേഹം തുടർന്ന് വരുന്ന അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികളാണെങ്കിലും അതുപോലെ തന്നെ വ്യായാമ രീതികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു വേറൊരു ഇപ്പോഴുള്ള നമ്മുടെ യുവതലമുറയിലുള്ള നടന്മാരെ പോലും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു രീതി ഭക്ഷണക്രമത്തിലാണെങ്കിലും അല്ലാതെയും അത് തുടർന്ന് വരുന്ന നടന്മാർ വളരെ അപൂർവമാണെന്ന് പറയാം. കാരണം ഇവരുടെയൊക്കെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ലൊക്കേഷൻ, അത് പുറത്തായിരിക്കാം, രാജ്യത്തിന് പുറത്തായിരിക്കാം, അതുപോലെ തന്നെ പലയിടങ്ങളിൽ ഇങ്ങനെ മാറി വരുമ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികളും മറ്റും പല രീതിയിൽ വ്യത്യസ്തപ്പെടാം. പക്ഷെ മമ്മൂട്ടിയുടെ ഭക്ഷണ രീതിയൊക്കെ കുറിച്ചിട്ട് പലപ്പോഴും പല ഇന്റർവ്യൂവിലും പുറത്തു വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയുള്ള ഭക്ഷണം സെറ്റിലെത്തിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. പറ്റുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഷെഫിന്റെ ഒക്കെ ഒരു ഇന്റർവ്യൂ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് അദ്ദേഹം നല്ലപോലെ കഴിക്കും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ കഴിക്കും, പക്ഷെ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് കഴിക്കുന്നത്. അതായത് ഈ രാവിലെയൊക്കെ ഈ പപ്പായ, ഓട്സ്, ഈ കുതിർത്ത് വെച്ച ബദാം, അത് പിന്നെ മുട്ടയുടെ വെള്ള, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഈ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ അതുപോലെ ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും, ഇപ്പൊ ഓട്സിന്റെ പുട്ട്, ദോശ, അങ്ങനെയുള്ള സാധനങ്ങളോ, പിന്നെ മീൻകറി, ഈ വറുത്തതും അങ്ങനെയുള്ള സാധനങ്ങൾ, പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ അദ്ദേഹം പൂർണ്ണമായിട്ടും കഴിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സഹതാരങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന്, മമ്മൂക്കയുടെ കൂടെ ഷൂട്ടിൽ ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഓട്സും മീൻകറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് സഹതാരങ്ങളും പലപ്പോഴും പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ആണെങ്കിലും പിന്നെ ഒരു ചായ കുടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആണെങ്കിൽ ഇത് തന്നെ ഈ ഓട്സിന്റെയോ അല്ലെങ്കിൽ ഗോതമ്പിന്റെയോ ദോശയോ പുട്ടോ അതൊക്കെ കുറച്ച് അളവിൽ മാത്രം. ഇപ്പൊ ദോശയൊക്കെ ആണെങ്കിൽ 3-ൽ കൂടുതൽ അളവിലൊന്നും അദ്ദേഹം കഴിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ കൂണ്ട സൂപ്പ്, അങ്ങനെ വളരെ ചിട്ടോട് കൂടിയിട്ട് ഉള്ള ഒരു ഭക്ഷണ രീതിയാണ് അദ്ദേഹം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ ഷെഫ് പിള്ള അടക്കം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ ഭക്ഷണവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞു അദ്ദേഹം പട്ടിണി കടന്നിട്ടാണ് ഡയറ്റ് എടുക്കുന്നത് എന്നൊക്കെ. ഷെഫ് പിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അല്ല, അദ്ദേഹം എല്ലാ ഭക്ഷണവും കഴിക്കും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്, ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷെ വളരെ കുറച്ച് അളവിൽ മാത്രം. അല്ലാതെ ഇങ്ങനെ വാരി വലിച്ചിപ്പോ നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് അറിയില്ല, നമ്മളൊക്കെ ലിമിറ്റ് വിട്ടാലും കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ
ഷെഫ് പിള്ളയൊക്കെ അടക്കം പറയുന്നത് അദ്ദേഹത്തിനൊക്കെ പല താരങ്ങളുടെ ഭക്ഷണ രീതികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പൊ പറയുന്നത് മമ്മൂക്ക എല്ലാം കഴിക്കും, പക്ഷെ വളരെ കുറച്ച് അളവിൽ മാത്രം. എന്തിനാ അദ്ദേഹത്തിന്റെ മകനടക്കം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വാപ്പച്ചി എനിക്കൊക്കെ ഭക്ഷണം ഫ്രണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെയൊക്കെ കൺട്രോൾ പോകുന്നു, പക്ഷെ വാപ്പച്ചിയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വളരെ കുറച്ച് അളവിൽ മാത്രം കഴിക്കുന്നത് കണ്ട് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്റർവ്യൂവിൽ ഈ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ഷൂട്ടിംഗ് സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഷോട്ട് ആണെങ്കിൽ അദ്ദേഹം അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുക, അത് വളരെ ഇഷ്ടമാണ്, 2-3 റീടേക്ക് ഒക്കെ പോകാറുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അത്രയേറെ ഇതിപ്പോ പറഞ്ഞത് അത്രയേറെ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ, സിനിമയിലേക്ക് വരും, അല്ലെങ്കിൽ അടുത്ത സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോ ബസൂക്കയാണ് വരാനുള്ളത്, ഈ മാസം ട്രെയിലർ വരുന്നൊക്കെയാണ് വാർത്തകൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ അപ്പോളോ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു, AR റഹ്മാൻ അദ്ദേഹത്തിന് അവിടെ പെട്ടെന്ന് അദ്ദേഹത്തിന് വയ്യാതായി, ബോഡിയൊക്കെ വീക്കായിട്ട് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ തന്നെ അത് സ്ഥിരീകരിച്ചുകൊണ്ട് വരികയായിരുന്നു. അദ്ദേഹത്തിന് ദുബായിലോ പുറത്ത് എവിടെ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ഡീഹൈഡ്രേഷൻ മൂലം, അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് ബോഡിയൊക്കെ ഓക്കെ, അദ്ദേഹം ഡിസ്ചാർജ് ആയെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സിനിമാ ലോകത്തുണ്ടാകുന്ന ഈ ഷൂട്ടിങ്ങിനിടയിലൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റ്, ഇപ്പോൾ ഈ നമുക്ക് പോലും നമ്മുടെ ഈ സ്റ്റുഡിയോക്കകത്തിരിക്കുന്ന ലൈറ്റ് ഒക്കെ തന്നെ നമ്മുടെ മുഖത്തും ഒക്കെ തന്നെ ഈ സൂര്യലക്ഷ്മികൾ എങ്ങനെയാണോ നമുക്ക് മുഖത്ത് ദോഷം ചെയ്യുന്നത്, അതേ രീതിയിലുള്ള ദോഷം പിന്നീട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പലതരത്തിലും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ പോലും സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം എന്ന് ഡോക്ടർമാർ പറയുന്ന ഘട്ടം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പോഴുള്ള പുതിയ തലമുറയിലെ ഈ നടന്മാരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ എത്രയോ വർഷത്തോളം ഇനി വരുന്ന കാലഘട്ടത്തിൽ അവർ ഈ ലൈറ്റിന്റെയും ഈ ഷൂട്ടിന്റെയും മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ ഒരു ആരോഗ്യ പ്രശ്നത്തിന്, അവരുടെ ഈ ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ വലിയൊരു ഭീഷണിയായി മാറുന്നതാണോ ഈ ഒരു സിസ്റ്റം എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പ്രഗത്ഭരായ കലാകാരന്മാർ നമുക്കങ്ങനെ ഇത്തരം രോഗങ്ങൾ വന്ന് നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ അതിനുള്ള കരുതലെടുക്കണം. കാരണം നമുക്കറിയില്ല അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൈറ്റിലൊക്കെ തന്നെ റേഡിയേഷൻ ഉണ്ടെന്ന് അറിയാം. ഈ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ ഇരട്ടി മടങ്ങ് ദോഷമായിരിക്കാം നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ലൈറ്റുകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ആ ചോദ്യം അത് വളരെ പ്രസക്തം തന്നെയാണ്. എന്തുകൊണ്ടാണ് മറ്റ് ഫീൽഡിനേക്കാൾ കൂടുതലും ഇത്തരത്തിൽ സിനിമാ മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ഇത്തരം ക്യാൻസർ കണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം അത് പ്രശസ്തം തന്നെയാണ്. അല്ലെങ്കിൽ അത് വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതുണ്ട്. അതിന് കൃത്യമായ പഠനം കൂടി നടക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം പഠനം നടന്ന് അതിനൊരു ഉത്തരം ലഭിക്കണം. അങ്ങനെയൊന്നും പെട്ടെന്ന് ഇങ്ങനെ രോഗം വന്ന് പോകേണ്ടവരല്ല നമ്മുടെ കലാകാരന്മാർ. നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ള ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന എല്ലാ കലാകാരന്മാരും അങ്ങനെയൊന്നും പോകേണ്ടവരല്ല എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ നമ്മുടെ മമ്മൂക്ക നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വീണ്ടും തിരിച്ചു വരട്ടെ, അതാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ചിത്രത്തിനും വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇതൊരു വ്യാജ വാർത്തയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം പ്രതികരണവുമായി രംഗത്ത് വരുമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ വാർത്തയിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പെശകുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ താരകുടുംബം പ്രതികരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.